ഇനിയുമുണ്ട് ആളുകൾ പറയുന്നത്. പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കൂടി കേൾക്കാം. ശേഷം വാർത്തകളിലേക്ക് വീണ്ടും വരാം. നമ്മുടെ രാജ്യത്തിലൂടെ കാണിച്ച തെറ്റായ പ്രവൃത്തിക്ക് അതിൻ്റെ മറുപടി കൊടുക്കണം. എൻ്റെ ഒരു അഭിപ്രായമാണ്. കാരണം തെറ്റായ ഒരു കാര്യമാണ് അവർ ചെയ്തത്. അതിന് നല്ല രീതിയിലുള്ള ശക്തമായിട്ടുള്ള മറുപടി അവർക്ക് കൊടുക്കുക തന്നെ വേണം. നമ്മളെ ഒന്ന് അടിച്ചിട്ട് പോയപ്പോൾ നമുക്ക് തിരിച്ചടിക്കണ്ടേ? അത് അടിച്ചത് നല്ല കാര്യമാണ്. അതിന് നമ്മളെ എല്ലാ സപ്പോർട്ടും ഉണ്ട്. തക്ക സമയത്ത് തിരിച്ചടി കൊടുത്തത് കൊണ്ട് ഈ രാജ്യം ഇപ്പം അഭിമാനിക്കുകയാണ്. ആ സ്പോട്ടിൽ മറുപടി കൊടുക്കുമ്പോഴാണ് മറ്റ് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നവർക്ക് ഒരു ഭയം ഉണ്ടാവുള്ളൂ. വളരെ നല്ല കാര്യമല്ലേ? നേരത്തെ കൊടുക്കേണ്ടായിരുന്നു, ഇനിയും കൊടുക്കണം. പാകിസ്ഥാൻ കൊടുക്കേണ്ട മറുപടിയല്ല, അടിയാണ് കൊടുക്കേണ്ടത്. പാകിസ്ഥാൻ അത് അർഹിക്കുന്നുണ്ട്. 26 പേരെ കൊന്നതല്ലേ നമ്മുടെ ഇന്ത്യക്കാരെ, അതിനെ അടിക്കണം തിരിച്ച്. അതാണ് ചെയ്യേണ്ട, അല്ലാതെ പിന്നത്തേക്ക് വെക്കേണ്ട കാര്യമില്ല. മേലിൽ ഇതുപോലെ തീവ്രവാദ ആക്രമണം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ കഴിവിൻ്റെ പരമാവധി അവർക്ക് വ്യക്തമായ മറുപടി കൊടുത്തേ മതിയാവുള്ളൂ, നിർബന്ധം. ഇനി ഇന്ത്യയിലേക്ക് പോലും ഭീകരാക്രമണമായിട്ട് മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടായത് ആ രീതിയിലായിരിക്കണം തിരിച്ചടി. കൊടുത്ത മറുപടി പോരാന്നാണ് ഉദ്ദേശം. ഇനി അതിനെ ശക്തമായിട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഒരു കാട്ടിലൊരു സിംഹം ഉണ്ടെങ്കിൽ അതൊന്ന് ഒറ്റയ്ക്കായിരിക്കും അടിക്കുക. അതേപോലെ തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാനെ അടിച്ച് നിരമ്പശാക്കിയിരിക്കും. ഇനിയിപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വന്ന് നമ്മളോട് എന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ ഒരു പേടി ഉണ്ടാവുമല്ലോ, തിരിച്ചടി കിട്ടും എന്നുള്ള. അപ്പം സൈലൻറ്റ് ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ഇത്ര കാലം. എന്തെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ജസ്റ്റ് തീരും. പക്ഷെ ഇപ്പം വാറായിട്ട് മുന്നോട്ട് പോവാണ്. ഇപ്പോൾ സന്തോഷം. കല്യാണം കഴിഞ്ഞിട്ട് വളരെ കുറച്ച് ദിവസമായ കുട്ടി അവരെ മുമ്പിൽ വെച്ചിട്ടാണ് ഭർത്താക്കന്മാരെ കൊല്ലുന്നത്. അത് സഹിക്കാൻ പറ്റുമോ ഒരു പെണ്ണുങ്ങൾക്കും? അപ്പം തിരിച്ചടിക്കണം, തീർച്ചയായിട്ടും തിരിച്ചടിക്കണം. അവരെ തിരിച്ചടിച്ച് നശിപ്പിക്കണം എന്നാണ് പറഞ്ഞത്, ഭീകരവാദികളെ. അല്ലാതെ ഇനി വേണ്ട, അവർ വേണ്ട. അത്രക്കും സങ്കടം ഉണ്ടായിരുന്നു ഞമ്മക്കത് കേട്ടിട്ട്. സൂപ്പറായിട്ടുണ്ട്, ഞങ്ങൾക്ക് സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ചാൽ പറയുന്നത് എന്താ അറിയോ, ഞങ്ങളെയും കൊല്ലുന്ന സ്ത്രീകൾ പറയുമ്പോൾ പറയാം വേണ്ട, മോദീൻ്റെ അടുത്ത് പോയി പറയാൻ. നിങ്ങളെ വെച്ചിട്ട് വേണം മോദി ഇതറിയാമെന്ന്. നമ്മൾ ആരെയോ അങ്ങോട്ട് ആക്രമിക്കൂല ഇന്ത്യക്കാർ. ലോക സമസ്ത സുഖിനോ ഭവന്തു, അതിഥി ദേവോ ഭവ എന്ന് പറയുന്നവരാണ് നമ്മൾ. അങ്ങനത്തെ നമ്മളെ ആക്രമിച്ചാൽ തിരിച്ച് തീർച്ചയായിട്ടും നമ്മൾ ആക്രമിക്കണം. അതെന്താ വെച്ചാൽ നന്നായതാണ്. ആ ഇന്ത്യ തിരിച്ചടിച്ച് നിങ്ങൾ ആ സംസാരിച്ചപ്പോൾ തന്നെ രോമങ്ങൾ ഒരു കുളിർമ വന്നിക്ക്. അങ്ങനെ ആയിക്കണം. അതിന് ഒരു മേലാൽ ഇങ്ങോട്ട് ഒന്നിനും വരരുത്. അതാണ് ചെയ്യേണ്ടത്. ശരിക്കും നന്നായതാണത്. എത്ര പാവപ്പെട്ട മനുഷ്യരെയാണ് ഈ തീവ്രവാദ സംഘടനകൾ കൊന്നൊടുക്കിയത്. ഇന്ത്യ ശക്തമായിട്ടൊരു മറുപടിയും കൊടുത്തിട്ടുണ്ട്. അതിൽ ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്. കാശ്മീരിൽ ടൂറിസ്റ്റിന് പോയ രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു പാവപ്പെട്ട മനുഷ്യരെ 30-35 വർഷം ഗൾഫിൽ കിടന്നിട്ട് കഷ്ടപ്പെട്ടിട്ട് കൊച്ചുമക്കളും ഭാര്യയുമായി ഒന്ന് ഉല്ലസിക്കാൻ പോയ ആ മനുഷ്യനെ വെടിവെച്ച് കൊന്നപ്പോൾ ആ മാനസിക വിഷമം നമ്മൾ ഇന്ത്യക്കാരെന്നല്ല, ഒരു കേരളീയ എന്നൊരു മലയാളി എന്ന നിലയിലും വളരെ വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം. ശക്തമായിട്ട് തന്നെ അടിക്കണം. പാവപ്പെട്ട നിരപരാധികളെ കൊല്ലണം എന്ന് നമ്മൾ പറയത്തില്ല. ഈ തീവ്രവാദത്തെ മൊത്തത്തിൽ ഉന്മൂലനം ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് ദൈവം പ്രാർത്ഥിക്കും.